തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സമ്പൂർണ്ണ വിജയം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള താക്കീതായി മാറി. CITU ജില്ലാ നേതാവ് കെ ബാബു MLA. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതൊലച്ചു. ഏറ്റവും ഒടുവിലാണ് ഇൻഷുറൻസ് മേഖലയിലേക്കും 100% FD തീരുമാനിക്കപ്പെട്ടു പോകും. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ പണയപ്പെടുത്തുക മാത്രമല്ല, ഇപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അടിയറവ് വയ്ക്കുന്ന തരത്തിലാണ്. നികുതി ഇളവുമായി നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക 50% നികുതി ഞാൻ വർദ്ധിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തി മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സൗഹാർദ്ദത്തിനും വ്യാപാര കരാറിനും മറ്റ് വെട്ടി മാറ്റി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 0 നികുതി. കാർഷിക മേഖല മുടിയും, ചെറുകിട വ്യവസായ മേഖല തകരും. ആ 0% നികുതിയാണ് അവർ പറഞ്ഞത്. എന്നാൽ നമ്മൾ കയറ്റി അയക്കുന്നതിനിപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന 28%, 18% എന്നുള്ളതൊന്നും ഒഴിവാക്കുകയും ചെയ്തില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കിങ് മേഖലയിലെയും ഇൻഷുറൻസ് കമ്പനികളിലെയും ഫാക്ടറികളിലും അതുപോലെ തന്നെ മറ്റിതര മേഖലകളിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളുടെയും പങ്കാളിത്തത്തോടു കൂടിയുള്ള പണിമുടക്കാണ് ഇത് നടക്കുന്നത്. ഈ പണിമുടക്കൊരു വലിയ വിജയമാക്കാൻ എല്ലാവരും സഹകരിച്ചു. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ പണിമുടക്ക് വിജയിപ്പിച്ച ഐക്യ ട്രേഡ് യൂണിയൻ നേതാക്കളെയും തൊഴിലാളികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ പണിമുടക്കിൽ സഹകരിച്ച എല്ലാവരോടും നാം ഈ പണിമുടക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, വരും തലമുറയ്ക്ക് വേണ്ടിയാണ്, ഈ നാടിന് വേണ്ടിയാണ് എന്നത് മനസ്സിലാക്കി ഒരു ദിവസമെങ്കിലും ഈ പണിമുടക്കിനോട് പൂർണ്ണമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയാം.